നാദസ്വരൂപിണി സരസ്വതീ ദേവി അനുഗ്രഹിക്കൂ. അക്ഷരസ്വരൂപിണി നാദസ്വരൂപിണി സരസ്വതീ ദേവി അനുഗ്രഹിക്കൂ. പുരാണ വേദകർത്താവ് വ്യാസമഹാമുനി അനുഗ്രഹിക്കൂ. പുണ്യപുരാണ വേദകർത്താവ് വ്യാസമഹാമുനി അനുഗ്രഹിക്കൂ. നാല് വേദങ്ങൾക്കും തുല്യരാമായണം കവിശ്രേഷ്ഠൻ വാൽമീകി അനുഗ്രഹിക്കൂ. നാല് വേദങ്ങൾക്കും തുല്യരാമായണം കവിശ്രേഷ്ഠൻ വാൽമീകി അനുഗ്രഹിക്കൂ. രാമനാമത്തെ നിത്യം ജപിക്കുന്ന ശ്രീയാഞ്ജനേയൻ അനുഗ്രഹിക്കൂ. രാമനാമത്തെ നിത്യം ജപിക്കുന്ന ശ്രീയാഞ്ജനേയൻ അനുഗ്രഹിക്കൂ. നാരായണ നാമം പാടി നടക്കുന്ന നാരദ മുനിയും അനുഗ്രഹിക്കൂ. നാരായണ നാമം പാടി നടക്കുന്ന നാരദ മുനിയും അനുഗ്രഹിക്കൂ. പാർവതീദേവിയും ശ്രീ മഹാലക്ഷ്മിയും കുലദൈവങ്ങളും അനുഗ്രഹിക്കൂ. ഇന്ദ്രൻ കാലൻ കുബേരൻ വരുണൻ അഗ്നി വായു അനുഗ്രഹിക്കൂ. സൂര്യനും ചന്ദ്രനും ഗ്രഹതാരങ്ങളും മംഗളമേകി അനുഗ്രഹിക്കൂ. മംഗളമേകി അനുഗ്രഹിക്കൂ. രാമായണത്തിൻ്റെ ശ്രേഷ്ഠത മാ നിഷാദ, അരുത് കൊല്ലരുത് എന്ന് തന്നെയാണ് രാമായണത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യ സന്ദേശം എന്ന് പറയുന്നത്. മറ്റുള്ള ജീവജാലങ്ങളെ ഉപദ്രവിക്കാതെ നന്മയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ലോകത്തിലെ ക്ലാസിക് ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ അത് രാമായണമാണ്. മറ്റൊന്ന് മഹാഭാരതമാണ്. അരുത് മാ നിഷാദ എന്ന വാക്കിൻ്റെ അർത്ഥം കൊല്ലരുത് എന്നാണ്. രണ്ട് ക്രൗഞ്ച പക്ഷികളെ വേടൻ കൊന്നപ്പോൾ ഉണ്ടായതാണ് അത്രേ ഈ രാമന്റെ കഥ. അരുതരുത് കരുതരുത് കൊല്ലരുതേ വേട ആ ക്രൗഞ്ച പക്ഷികളെ കൊല്ലരുതേ. അരുതരുത് കരുതരുത് കൊല്ലരുതേ വേട ആ ഇണപ്പക്ഷികളെ കൊല്ലരുതേ. അരുതരുത് കരുതരുത് കൊല്ലരുതേ വേട ആ ക്രൗഞ്ച പക്ഷികളെ കൊല്ലരുതേ. അരുതരുത് കരുതരുത് കൊല്ലരുതേ വേട ആ ഇണപ്പക്ഷികളെ കൊല്ലരുതേ. മരപ്പൊങ്കിലിരുന്നാലും ജനകിളികളെ അമ്പീനു വേട കൊല്ലരുതേ. ശരമിച്ചു പിഴയുന്ന പക്ഷിയെ
അറിവിൻ്റെ ഉറവയാണ് രാമൻ്റെ കഥകൾ. എന്താണ് രാമായണം? ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ചൊല്ലിക്കൊടുത്ത രാമായണം. ശ്രീ പരമേശ്വരൻ